ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ നേരെ കിച്ചണിലേക്കാണ് കയറിയേക്കുന്നത്. ഇന്നിപ്പോൾ ദോശയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിനുള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. തേങ്ങയാണ്. തേങ്ങയുടെ കൂടെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയേ. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. തേങ്ങ ഇത്രത്തോളം ആട്ടെടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കുറച്ച് തിക്കായിട്ടോ ലൂസായിട്ടോ നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയൊന്നും ഉള്ളിയും വെളുത്തുള്ളിയും വേണ്ട കേട്ടോ. ഞാൻ കുറച്ചധികം നന്നാക്കിയതാണേ. മീൻകറി കൂടി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഉള്ളി മതി. അതിൻ്റെ കൂടെ ഇത്രത്തോളം വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ. കാന്താരി മുളക് വെള്ളയാണേ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ചേർക്കണമെന്നില്ല കേട്ടോ. ഇഞ്ചി ഇട്ടാലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സ്ഥിരം ഇഞ്ചി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകി എടുത്ത് വരട്ടെ. കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊരു ഇത്രയും കൂടി വെള്ളം ചേർത്തൊന്ന് എടുക്കാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടൊന്നും അരഞ്ഞു പോകണ്ട കേട്ടോ. ചട്നിയൊക്കെ അധികം അങ്ങോട്ട് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം കൂടരുത് കേട്ടോ. നേരെ ഒരു ഉപ്പ് മതി. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അതായത് ഈ ഒരു തേങ്ങയുടെ ഒരു മധുരം ഉണ്ടാവുമല്ലോ, അതും നേരെ ഒരു ഉപ്പും കൂടി വരുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് താളിക്കാനായിട്ട് വെക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ചെറുതായി കട്ടാക്കി വെച്ചിരിക്കുന്ന 2 ഉള്ളി കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് 2 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് വേപ്പിലയും മറ്റേത് വറ്റൽമുളകുമാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചില സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കും കേട്ടോ, ഒരു കളറിനായിട്ട്. ഇന്നിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, വെള്ളച്ചട്നിയാണേ. വേപ്പിലൊന്നും കരിഞ്ഞു പോകണ്ട കേട്ടോ. അപ്പം തന്നെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തേക്കാം. ഒന്ന് ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി. എന്നിട്ട് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ തിളപ്പിച്ചുണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചമ്മന്തി നമുക്ക് അധികം നേരം വെക്കാൻ പറ്റില്ല, നമ്മൾ തിളപ്പിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചമ്മന്തി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടമുള്ളത് ഈ ഒരു ചമ്മന്തിയാണേ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ മല്ലിയില ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുള്ള ചട്നി, വെള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ സൂപ്പറായിട്ട് പോകുന്നതാണ് കേട്ടോ. ദോശേനേക്കാളും കൂടുതൽ എനിക്ക് ഇഡ്ഡലിയുടെ കൂട്ടത്തിൽ കഴിക്കാനാണേ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ കാണുമല്ലേ, അവധി ദിവസം ആയതുകൊണ്ട്. ഇവിടെ പിന്നെ നീണ്ട അവധിയായിരുന്നല്ലോ. കഴിഞ്ഞ ട്യൂസ്ഡേ തുടങ്ങി ആഹിൽ ക്ലാസ്സിൽ പോയിട്ടില്ല, വയ്യാത്ത കൊണ്ടിട്ട്. പിന്നെ ഈ ആഴ്ച മൊത്തത്തിൽ അവധിയാണല്ലോ. അപ്പം ഇനിയിപ്പോൾ വെള്ളിയാഴ്ച മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് സുഖമായി പോയിട്ടോ. അപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ടേ. ദോശയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കിയത്. അത്യാവശ്യം കട്ടിയുള്ള ദോശയായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇടയ്ക്ക് ഇതേപോലെ നല്ലപോലെ പരത്തിയെടുക്കും, ഇടയ്ക്ക് ഇതേപോലെ കുഞ്ഞിതാക്കി എടുക്കും, ഇടയ്ക്ക് സവാളയൊക്കെ ചേർത്തെടുക്കും. അന്നേരത്തെ മൂട് പോലെയൊക്കെ ചെയ്യും കേട്ടോ. ദോശ കൊണ്ട് നമുക്ക് പല ടൈപ്പ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ കൂട്ടത്തിൽ ചട്നിയൊക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ. അന്നാ വാങ്ങിച്ച ജേഴ്സി ഒരു രക്ഷയില്ല കേട്ടോ. ആലിമ മാറ്റുന്നേ ഇല്ല. കുളിച്ച് കഴിയുമ്പോൾ അടുത്ത ജേഴ്സി എടുത്ത് ഇടുകയാണ്. ആൾക്ക് 4 എണ്ണം ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇക്കാക്കാനെ പോലെ തന്നെ ഫുട്ബോളിനോടുള്ള ക്രൈസ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഫുഡ് എടുത്തിട്ട് നേരെ പോയി ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പുറത്ത് ആഹിൽ എഴുന്നേറ്റിട്ടേ ഇല്ല കേട്ടോ. ആഹിൽ നല്ല ഉറക്കമാണ്. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റു, പിന്നെയും കിടന്നു. പിന്നെ ഞാൻ അങ്ങനെ അധികം വിളിക്കില്ല കേട്ടോ. അവധി ദിവസം അല്ലേ, അല്ലാത്തപ്പോൾ രാവിലെ 5:30 എഴുന്നേക്കുന്നതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊന്ന് കണ്ണടയ്ക്കുക. പാലിമ അവിടെ പോയിരുന്ന് ഫുഡിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട ഫുഡാണെങ്കിൽ തനിയെ കഴിച്ചോളും. ഇനിയിപ്പോൾ എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ മീൻകറി വെക്കാനുള്ള പുറപ്പാടിലാണ്. എന്തായാലും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കിച്ചണിലേക്ക് കയറിയപ്പോൾ. അപ്പോൾ കയ്യോടെ ഈ ജോലിയും കൂടി അങ്ങോട്ട് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തേങ്ങ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി കുറച്ചധികം ചേർക്കുക. പിന്നെ പച്ചമുളക്, നമ്മുടെ ഉണ്ടായ പച്ചമുളക് മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ.
പിന്നെ കാശ്മീരി മുളക്, എരിവുള്ള മുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ കേട്ടോ. മീൻ വറുക്കൽ, മീൻ പൊരിക്കൽ, ചിക്കൻ വറുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് വർക്ക് ഏരിയയിലാണ് കേട്ടോ ചെയ്യുന്നത്. മെയിൻ കിച്ചണിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇതൊക്കെ പുറത്താണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ കൂട്ടത്തിൽ ചോറും കൂടി വെച്ചിട്ടുണ്ട്. ഈ കയ്യോടെ ജോലികളൊക്കെ വേഗം തീർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പുറത്തേക്ക് പോകണം കേട്ടോ. കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ച് വെക്കാനുണ്ട്. കുട്ടികൾക്ക് നാളെ തുടങ്ങി ക്ലാസ്സിൽ പോകണമല്ലോ. അപ്പോൾ അതാ ചട്ടിയിൽ ചൂടായി വന്നപ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ് കേട്ടോ. ഉലുവ ഇട്ട് ഞാൻ പൊട്ടിക്കാറുണ്ട്. അതിപ്പോൾ തേങ്ങ അരച്ചതാണെങ്കിലും മുളക് ചാറാണെങ്കിലും ഉലുവ ചേർക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി കൂടി പോയിട്ടുണ്ട്. അതാണ് കേട്ടോ മഞ്ഞ കളറായിട്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് തിക്കായി പോയിട്ടുണ്ട് കേട്ടോ അരഞ്ഞത്. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ കുറച്ച് തിക്കാണെന്നുള്ളത്. അപ്പോൾ അതാ കുറച്ചുകൂടി വെള്ളം ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം തിളയൊക്കെയായി വന്നപ്പോഴത്തേനും അതിലേക്ക് 2 കൊടംപുളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അയിലയാണ് കേട്ടോ, ഇപ്പോഴൊന്നും വാങ്ങിച്ചതല്ല, കുറച്ച് ദിവസമായിട്ടോ. അപ്പോഴത്തേനാണ് ഇവന്മാർക്ക് വയ്യാണ്ട് വന്നത്. പിന്നെ അതങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കറി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിലുള്ളതുകൊണ്ട് ഇതങ്ങോട്ട് തീർന്നോളും. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും ഇവിടെ. നാളെ തുടങ്ങി ക്ലാസ്സിൽ പോവാണല്ലോ. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വാഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ മേളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അലക്കാനുള്ളതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചെടിയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ ആദ്യം ഏറ്റവും മേളിലേക്കാണ് കേട്ടോ കയറിയത്. അവിടെ ഒന്ന് നനച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഡ്രമ്മിൽ 2 പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മളുടെ പീനട്ട് ബട്ടറാണ് കേട്ടോ. അതിൽ ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ കായ പിടിച്ച് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നനച്ചപ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ കാണുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളാത്തയാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൻ്റെ ഉമ്മ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നട്ടുവെച്ചാണേ. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് ഫ്ലവറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഡ്രമ്മിൽ നട്ട് വെച്ചതാണേ. ഇതങ്ങനെ വലുതാവുന്നോ അങ്ങനെ ഒന്ന് കളയണ്ടാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ. അപ്പം അങ്ങനെ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അതാ ഇഞ്ചി കേട്ടോ. ഇഞ്ചി കഴിഞ്ഞ പ്രാവശ്യം നട്ടതാണേ. നമ്മൾ അന്നേരം പറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാ കിളിർത്ത് ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകും തൈകൾ എല്ലാം നല്ല എന്താ പറയുക സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. ഈ മേളിലേക്ക് കയറിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ ചെടിയൊക്കെ ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ ഒരു ചെടിയുടെ കൊമ്പ് മുറിച്ചായിരുന്നേ. അപ്പോൾ അതൊന്ന് നട്ടു കൊടുക്കാനായിട്ട് 2 ചെറിയ പോട്ട് എനിക്ക് വേണം ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും മേളിലേക്ക് കയറിയത്. അപ്പോൾ അത് 2 പോട്ട് ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൽ പ്ലാന്റൊക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇതേപോലെ എന്താ പറയുക നടന്ന് വാങ്ങിച്ചാണേ. ഇൻഡോറായിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം വെച്ചത്. പിന്നെ അത് പുറത്ത് തന്നെ സ്ഥിരമായി. അതങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ചു കേട്ടോ. അപ്പം ഞാനതങ്ങനെ 2 പോട്ടിലോട്ടായിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തൽക്കാലം പുറത്തു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നനച്ച് ഒന്ന് ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട്. ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ശ്രദ്ധിക്കാണ്ട് അങ്ങനെ പോയതാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാണ് മദർ പ്ലാന്റ്. ഇതിൻ്റെ ലെങ്തും ഒക്കെ ഇത്രയും ഹൈറ്റിലേക്ക് പോയട്ടോ. മതിലിൻ്റെ അപ്പുറം പോയായിരുന്നേ ഹൈറ്റ്. അത് ഞാൻ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട്. മീൻ വറുത്തിട്ടുണ്ട് കേട്ടോ. അയിലയാണ് കറി വെച്ചിരിക്കുന്നത്, അയിലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഒന്ന് പുറത്തൊക്കെ പോയി സ്നാക്സും കുറച്ച് വെജിറ്റബിളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ സൗണ്ടൊക്കെയാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത ജോലിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലാണ് എനിക്ക് കുറച്ചുകൂടി ചെടികൾ നോക്കാനായിട്ട് സമയം കിട്ടാറ്. രാവിലെ ചെടിയുടെ പുറകെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ ചെടിയായിരിക്കും കേട്ടോ. എൻ്റെ കുക്കിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം ഞാൻ ഈ ബോഗൺവില്ല ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊങ്ങി പോവാണേ. അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടണം.
നമ്മളുടെ റോസ് നോക്കിയേ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ ഫ്ലവർ നിർത്തരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കട്ട് ചെയ്ത് കളയാൻ തോന്നണില്ല കണ്ടിട്ട്. അതാണ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബോഗൺവില്ലാസ് മാറ്റിയൊന്നും നടുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ മാറ്റി നട്ടത് നല്ല ഹെൽത്തി ആയിട്ട് പൂവുണ്ടായതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഉമ്മച്ചി വന്നിട്ടുണ്ട്. ഉമ്മച്ചി വന്നപ്പോൾ റോസയുടെ കുറച്ച് കൊമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നാടൻ റോസയാണ്. അപ്പോൾ അതും ഒന്ന് നട്ട് കൊടുക്കണം. ബോഗൺവില്ലയും ഒന്ന് റെഡിയാക്കണം. നമുക്കപ്പോൾ ജോലിയിലേക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ദാ ആ റിങ്ങിൻ്റെ അടുത്തിരിക്കുന്ന ആ ചെടിച്ചട്ടി കണ്ടോ, അത് ഞാൻ കുറേ നാളായിട്ടോ ആ ഒരു പ്ലാന്റ് അതിൽ നിന്ന് മാറ്റണം എന്ന് വിചാരിക്കുന്നേ. ഇപ്പുറത്ത് അത് തന്നെ സെയിം നിൽക്കുന്നുണ്ട് ഈ ഒരു വൈറ്റ് പോട്ടിൽ. അപ്പം ഞാൻ ഓർത്തു ആ ചെടി അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റാം, എന്നിട്ട് ആ പോട്ടിലേക്ക് റോസ് നടാന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. പോട്ടാണെങ്കിൽ കൂടി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി വാങ്ങിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, സ്ഥലവും ഇല്ല വെക്കാനായിട്ട്. അപ്പം അതുകൊണ്ടിട്ട് ഈ ഒരു പോട്ട് ഇതങ്ങോട്ട് ഫ്രീ ആക്കിയിട്ട് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ വളമൊന്നും ഇപ്പം ഇട്ട് കൊടുക്കാനായിട്ടില്ല കേട്ടോ. നമ്മളുടെ ബയോബിലിൻ്റെ വളമൊക്കെ തീർത്തു. കഴിഞ്ഞ ദിവസം മുളകും തൈക്കൊക്കെ ഇട്ട് കൊടുത്തായിരുന്നല്ലോ. ഇനിയിപ്പോൾ അടുത്തത് സെറ്റായി വരണം. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം വളമുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇതങ്ങോട്ട് നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു കൊമ്പിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളയുമല്ലോ, ഇലയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ ഒരു തണ്ട് മാത്രമായിട്ടാണ് കേട്ടോ നമ്മൾ നട്ടു കൊടുക്കുന്നത്. അങ്ങനതാ അത് കൊണ്ടുപോയി ഷെയ്ഡിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു ചെമ്പരത്തി കൊണ്ടുപോയി വെക്കാം. ചെമ്പരത്തിയും നല്ല ഭംഗിയാണല്ലോ, യെല്ലോ കളറുള്ള ഫ്ലവറാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ചെടിച്ചട്ടി കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ജോലി, ബോഗൺവില്ലയുടെ ഉള്ളിൽ കുറേ പുല്ല് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫൈനൽ ജോലിയാണിട്ടിത്. ഒരുവിധം എല്ലാം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൈഡിലെ ആണെങ്കിലും ഫ്രണ്ടിലെ ആണെങ്കിലും ഒക്കെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു മതിലിൻ്റെ മേളിൽ നിൽക്കുന്ന ബോഗൺവില്ലാസ് കൂടി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ നിന്ന് മൊത്തത്തിൽ പറിച്ചെടുക്കുന്നില്ല. കാരണം പറിച്ചെടുത്താലും നമുക്ക് മണ്ണ് വേറെ സെറ്റ് ചെയ്യാനായിട്ടില്ല. അപ്പം അതുകൊണ്ടിട്ട് ഈ ഒരു പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിലൊരു മുളകും തൈ നിൽക്കുന്നുണ്ടായിരുന്നേ. മുളകും തൈ കുറേ നാളായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വേര് ഓടാത്തത് കൊണ്ട് അങ്ങനെ മുരടിച്ച് നിൽക്കുവാണേ. അപ്പം ഈ പുല്ല് നല്ല ഉറച്ച് നിൽക്കുവാണ് കേട്ടോ. പുല്ല് ഇങ്ങോട്ട് പറിക്കുമ്പോൾ കൂട്ടത്തിൽ ഈ ഒരു മണ്ണും കൂടി ഇങ്ങോട്ട് പോരുകയാണ് നമ്മുടെ കയ്യിലേക്ക്. അപ്പോൾ അതൊക്കെ ഒരുവിധം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ. കാരണം ഇനിയിപ്പോൾ പുതിയ പുതിയ പൂക്കൾ വരുമല്ലോ. അപ്പം ഇതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോഴാണ് കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഓരോന്നും ഞാനെടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ചെടി നടലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടൊരു ഇത്തിരി നേരം നടക്കാൻ പോയായിരുന്നേ. അപ്പോൾ ദാ മേളിലേക്ക് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കിളികളാണോ എന്തോ, കിളികളെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്താണ്. അപ്പോൾ ദാ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം സന്ധ്യയായി. നമ്മൾ ചെടികളൊന്ന് സെറ്റ് ചെയ്തൊന്ന് കാണിച്ചു തരാം കേട്ടോ. ദാ ഇങ്ങനെയാണ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.